ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അമിഗോ ബ്രദേഴ്സ് എന്ന ലെസണാണ്. ഫെലിക്സ് വർഗാസും ആൻ്റോണിയോ ക്രൂസും ആണ് അതിലെ ക്യാരക്ടേഴ്സ്. നമ്മൾ ഇതുവരെയാണ് പറഞ്ഞു നിർത്തിയത്, ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ് വീഡിയോ കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ലെസൺ ഒന്നുകൂടി ക്ലിയറായി മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്തായിരുന്നു? ഒരു ആൻ്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. രണ്ടുപേരുടെയും എയിമായിരുന്നു ലേറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ് ആവുക. അങ്ങനെ കുറേ ഫൈറ്റ് നടന്നു, അതിൽ കുറേ പേര് എലിമിനേറ്റായി പോയി. ഇനി ആൻ്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും അവർ തമ്മിലുള്ള ഫൈറ്റാണ് നടക്കാനുള്ളത്. അതിൽ ആരാണ് വിജയിക്കുന്നത്? അവരാണ് അവിടുത്തെ ബോയ്സ് ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പിൻ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുക. അവരെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന രണ്ടുപേരായിരുന്നു. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. തൻ്റെ ഫ്രണ്ടിനെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തൻ്റെ ഫ്രണ്ടാണ്, ലൈക്ക് ബ്രദർ. അവർ തിക്ക് ഫ്രണ്ട്സാണ്, സഹോദരങ്ങളെ പോലെയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഫൈറ്റ് ചെയ്യാൻ അവർക്ക് രണ്ടുപേർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നവരെ ഫെലിക്സും ആൻ്റോണിയും വിട്ട് നിൽക്കുകയാണ്. ഫെലിക്സ് അവൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ്, ആൻ്റോണിയോ അവൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും പക്ഷേ പരസ്പരം ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് തൻ്റെ ഫ്രണ്ടിനെ വേദനിപ്പിക്കാതെ ഈ ഫൈറ്റിൽ, ഈ ബോക്സിങ്ങിൽ വിൻ ചെയ്യുക എന്നാണ് രണ്ടുപേരും ആലോചിക്കുന്നത്. അവനവന് വേദനിക്കുന്നതിനേക്കാളും അവർ രണ്ടുപേരും ചിന്തിക്കുന്നത് തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന തൻ്റെ ഫ്രണ്ടായ, തൻ്റെ ബ്രദർ പോലെയുള്ള വ്യക്തിയായ ആൻ്റോണിയോ ചിന്തിക്കുകയാണ്, എങ്ങനെ ഫെലിക്സിനെ ഞാൻ അടിക്കും. അതുപോലെ ഫെലിക്സ് ചിന്തിക്കുന്നത് ആൻ്റോണിയെ വേദനിക്കുന്നതിനെ കുറിച്ചാണ്. അവരുടെ വേദനയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ ആ ഫൈറ്റിൻ്റെ ഡേ വന്നെത്തി. അവിടെയുള്ള ഷോപ്പും അതിൻ്റെ ഭിത്തികളൊക്കെ പോസ്റ്റർ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ആ ടോംസ്കിൻ സ്ക്വയർ പാർക്കിൽ വെച്ചിട്ടാണ് ഫൈറ്റ് നടക്കുന്നത്. അവിടെയൊക്കെ എല്ലാ സീറ്റ് അറേഞ്ച്മെൻറ്റ്സും നടത്തി. ഇനി അവർ തമ്മിലുള്ള ഫൈറ്റിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാർ ഈഗേർലി, അവർ അത്രയും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുകയാണ്. ആൻ്റോണിയോക്കും ഫെലിക്സിനും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. അവരെല്ലാവരും ആകാംക്ഷയോടെ അലറി വിളിച്ചുകൊണ്ട് ഇവരുടെ ഫൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് വിൻ ചെയ്യുക, അത് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ എഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ദ വെയിറ്റിംഗ് ടൈം വാസ് ഓവർ. അങ്ങനെ വെയിറ്റിംഗ് ടൈം കഴിഞ്ഞു. ഫെലിക്സ് വാസ് എക്സ്കോർട്ടഡ് ഫ്രം ദ ക്ലാസ് റൂം ബൈ എ ഡസൻ ഫാൻ ഇൻ വൈറ്റ് ടീഷർട്ട്സ്. ഫെലിക്സ് ആ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിലേക്ക് വരികയാണ്. എക്സ്കോർട്ടഡ് ബൈ, അവനെ പിന്തുടർന്നുകൊണ്ട് അവൻ്റെ ഫാൻസ് ഉണ്ട്. ഇങ്ങനെ വൈറ്റ് ടീഷർട്ടാണ് അവൻ്റെ ഫാൻസ് ഇട്ടിരിക്കുന്നത്. ആൻ്റോണിയോ വാസ് എസ്കോർട്ടഡ് ഡൗൺ എ ഡിഫറെൻറ്റ് സ്റ്റെയർവെൽ ആൻഡ് ഗൈഡഡ് ത്രൂ എ റോപ്ഡ് ഓഫ് പാത്ത്. അപ്പോൾ ആൻ്റോണിയോ വേറെ വഴിയിലൂടെ, ഒരു റോപ്പ് പാത്ത്, കയറുകൊണ്ട് നിർമ്മിച്ച ഒരു പാത്തിലൂടെയാണ്, ഒരു സ്റ്റെയർവെല്ലിലൂടെയാണ് റിങ്ങിലേക്ക് കടന്നു വരുന്നത്. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നാണ്. ഫെലിക്സ് ഒരു സൈഡിൽ നിന്നും ആൻ്റോണിയോ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കയറ് കൊണ്ട് നിർമ്മിതമായ ഒരു സ്റ്റെയർ ഉണ്ട്, അതിലൂടെയാണ് ആൻ്റോണിയോ കടന്നു വരുന്നത്. ആസ് ദി ടു ക്ലൈംബ്ഡ് ഇൻ ടു ദ റിംഗ് ദ ക്രൗഡ് എക്സ്പ്ലോഡഡ് വിത്ത് എ റോർ. അങ്ങനെ രണ്ടുപേരും ആ റിങ്ങിലേക്ക് കയറി. അപ്പോൾ അവരാ കയറിയതോട് കൂടി ചുറ്റും കൂടി നിന്ന ക്രൗഡ് എക്സ്പ്ലോഡർ വിത്ത് എ റോർ, അലറി വിളിക്കാൻ തുടങ്ങി. ആൻ്റോണിയോ ആൻഡ് ഫെലിക്സ് ബോത്ത് ബോഡ് ഗ്രേസ്ഫുള്ളി ആൻഡ് ദെൻ റേസ്ഡ് ദെയർ ആംസ് ഇൻ അക്നോളജ്മെൻറ്റ്. അങ്ങനെ അവരുടെ ഫാൻസിൻ്റെ ഈ ആർപ്പുവിളി കേട്ടപ്പോൾ ആൻ്റോണിയോയും ഫെലിക്സും ബോഡ് ഗ്രേസ്ഫുള്ളി, അവരുടെ തല താഴ്ത്തി. ആൻഡ് ദെൻ റേസ്ഡ് ദെയർ ആംസ് ഇൻ അക്നോളജ്മെൻറ്റ്. അക്നോളജ്മെൻറ്റ് മീൻസ് ആക്സെപ്റ്റൻസ്. അങ്ങനെ അവരുടെ ഫാൻസിൻ്റെ ഈ ആഹ്ലാദ പ്രകടനം കാണുമ്പോൾ, അലറിവിളി കേൾക്കുമ്പോൾ അവർ കൈകൾ ഉയർത്തി അവരിങ്ങനെ അഭിസംബോധന ചെയ്യുകയാണ്. ആൻ്റോണിയോ tried to be cool. He turned slowly to meet Felix's eyes looking directly into his. അപ്പോൾ ആൻ്റോണി ഇങ്ങനെ കൂളായിരിക്കാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ്. He turned slowly, അവന് മെല്ലെ ഇങ്ങനെ ഫെലിക്സിൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്, ഡയറക്റ്റായിട്ട് തന്നെ നോക്കുകയാണ്. ഫെലിക്സ് nodded his head and Antonio responded. അപ്പോൾ അവൻ്റെ ഈ നോക്കുന്നത് കാണുമ്പോൾ ഫെലിക്സ് അവൻ്റെ തല ഇങ്ങനെ ആട്ടി. അത് കണ്ടപ്പോൾ ആൻ്റോണിയോ തന്നെ അവന് റെസ്പോണ്ട് ചെയ്തു, ഇങ്ങനെ തലയാട്ടി. നെക്സ്റ്റ് പാരഗ്രാഫ്. ബോങ് 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 ദ റോഡ് ടേൺ ടു സ്റ്റിൽനെസ്. അങ്ങനെ അനൗൺസ്മെൻറ്റ് വരികയാണ്. ആ സൗണ്ട് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന അലർച്ച എന്തായി? സ്റ്റിൽനെസ്, നിശ്ചലമായി. അപ്പോൾ ആളുകൾ ആർപ്പുവിളി നിർത്തി എന്താണ് അനൗൺസ് ചെയ്യണേ എന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ദ അനൗൺസർ സ്പോക്ക് സ്ലൗലി. അങ്ങനെ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസർ ഇങ്ങനെ സംസാരിക്കുകയാണ്. നൗ ഈസ് ദ മൊമെൻറ്റ് വി ഹാവ് ആൾ ബീൻ വെയിറ്റിംഗ് ഫോർ. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷമാണിത്. ദ മെയിൻ ഇവൻറ്റ് ബിറ്റ്വീൻ ടു ഫൈൻ യങ് പ്യൂട്ടോറിക്കൻ ഫൈറ്റേഴ്സ്. അപ്പോൾ രണ്ട് യങ് ആയ പ്യൂട്ടോറിക്കൻ ഫൈറ്റേഴ്സ് തമ്മിലുള്ള
ഫൈറ്റ് നടക്കാൻ പോകുകയാണ്. നമ്മൾ കാത്തിരുന്ന നിമിഷമാണ്. ഈ പ്യൂട്ടോറിക്കൻ ഫൈറ്റേഴ്സ് മീൻസ് കരീബിയൻ ഐലൻഡിൻ്റെ പേരാണ് പ്യൂട്ടോ. അപ്പോൾ രണ്ടുപേരും കരീബിയൻ ഐലൻഡുകാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്യൂട്ടോറിക്കൻ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കോർണർ വെയിങ് 134 പൗണ്ട്സ് ഫെലിക്സ് വർഗാസ്. ഈ കോർണറിൽ ആരാണ്? 134 പൗണ്ട് വെയിറ്റ് ഉള്ള ഫെലിക്സ് വർഗാസ് ഉണ്ട്. ഈ 134 പൗണ്ടിനെ നമ്മൾ കിലോക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 60.78 ആട്ടോ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്തു എന്നുള്ളൂ. അതൊന്നും നിങ്ങൾ എക്സാമിന് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ആൻഡ് ഇൻ ദിസ് കോർണർ വെയിങ് 133 പൗണ്ട്സ് ആൻ്റോണിയോ ക്രൂസ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിൽ ആരാണ്? ആൻ്റോണിയോ ക്രൂസ്. ആൻ്റോണിയോ ക്രൂസിൻ്റെ വെയിറ്റ് എത്രയാണ്? 133 പൗണ്ട്സ്. അതിനെ നമ്മൾ കിലോയിലേക്ക് ആക്കുമ്പോൾ 60.32 ആണ്. അപ്പോൾ രണ്ടുപേരും 1 കിലോയുടെ വെയിറ്റ് പോലും ഇല്ല. ജസ്റ്റ് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ആൻ്റോണിയോയും ഫെലിക്സും തമ്മിലുള്ളൂ. വെയിറ്റ് ചെറിയൊരു കൂടുതലുള്ളത് ഫെലിക്സ് ആണ്. ദ വിന്നർ വിൽ റെപ്രസെൻറ്റ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ ടൂർണമെൻറ്റ് ഓഫ് ചാമ്പ്യൻ ദ ഗോൾഡൻ ഗ്ലൗസ്. അപ്പോൾ ആരാണ് ഈ ഫൈറ്റിൽ വിന്ന് ചെയ്യുന്നത്? അവരാണ് ഈ ബോയ്സ് ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുക. ദർ വിൽ ബി നോ ഡ്രോ. ഒരു സമാസമം ഉണ്ടാവില്ല. ആരാണ് നല്ല പെർഫോം ചെയ്യുന്ന അയാളെ വിജയിക്കുകയുള്ളൂ. മേ ദ ബെസ്റ്റ് മാൻ വിൻ. അപ്പോൾ അയാൾ പറയണം ആരാണ് നല്ല ഹോണസ്റ്റായി നന്നായി പെർഫോം ചെയ്യുന്ന അയാൾ വിജയിക്കട്ടെ എന്ന് പറയാണ് അനൗൺസർ. The cheering of the crowd shook the window panes of the old building surrounding Tompkins Square Park. അപ്പോൾ നമ്മൾ പറഞ്ഞു ടോംസ്കിൻ സ്ക്വയർ പാർക്കിൽ വെച്ചിട്ടാണ് ഫൈറ്റ് നടക്കുന്നത്. അതൊരു ഓൾഡ് ബിൽഡിംഗ് ആയിരുന്നു. അതിൻ്റെ വിൻഡോ പെയിൻസ് മീൻ ഗ്ലാസ്, വിൻഡോ ഗ്ലാസ്. ഈ ക്രൗഡിൻ്റെ അലർച്ച മൂലം, അവരുടെ ആർപ്പുവിളി മൂലം ആ പഴയ ബിൽഡിങ്ങിൻ്റെ ജനാലയുടെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി, ഷെയ്ക്ക് ആവാൻ തുടങ്ങി. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ റിംഗ് ദ റെഫറി വാസ് ഗിവിങ് ഇൻസ്ട്രക്ഷൻ ടു ദ യങ്ങസ്റ്റേഴ്സ്. അപ്പോൾ ആ റിങ്ങിൻ്റെ സെൻറ്ററിൽ റെഫറി ഉണ്ട്. അറിയാലോ, ബോക്സിംഗ് ആണ്, ഒരു റെഫറി ഉണ്ടാവും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ആൻ്റോണിയോക്കും ഫെലിക്സും ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് റെഫറി. എന്തൊക്കെയാണ് പറയുന്നത്? കീപ് യുവർ പഞ്ചസ് അപ്പ്. നിങ്ങളുടെ പഞ്ച് എവിടെ ആയിരിക്കണം? മുകൾ ഭാഗത്തേക്കായിരിക്കണം. നോ ലോ ബ്ലൗസ്. താഴേക്ക് പഞ്ച് ചെയ്യരുത്. നോ പഞ്ചിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഹെഡ്. ഹെഡിൻ്റെ പുറകുവശത്തേക്ക് പഞ്ച് ചെയ്യരുത്. കീപ് യുവർ ഹെഡ്സ് അപ്പ്. നിങ്ങൾ തല ഉയർത്തി നിൽക്കണം. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? അതായത് ഈ ഹെഡിൻ്റെ ബാക്കിലേക്കൊക്കെ പഞ്ച് ചെയ്താൽ അത് ഡെത്ത് വേഗം ഉണ്ടാക്കും. കാരണം നമ്മുടെ മെയിൻ പാർട്ടാണ് ഹെഡിൻ്റെ ബാക്കൊക്കെ. അപ്പോൾ അവിടേക്കൊക്കെ പഞ്ച് കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. കാരണം അത് ഹെഡിൻ്റെ ബാക്കിലൊക്കെ ഇഞ്ചുറി വന്നാൽ അത് മരണകാരണം വരെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ്, ഓരോ ബോക്സിങ്ങിൻ്റെ ഓരോ നിയമങ്ങളാണ്. ബോഡിയുടെ മുകൾ ഭാഗത്തേക്ക് നോ ലോ ബ്ലോസ്. താഴേക്ക് അടിക്കരുത്. മുകൾ ഭാഗം കീപ്പ് യുവർ പഞ്ചസ് അപ്പ്. മുകൾ ഭാഗത്തേക്കാണ് അടിക്കേണ്ടത്. താഴെ ബോഡിയുടെ നമ്മുടെ ശരീരത്തിൻ്റെ മെയിൻ പാർട്ടാണ് അടിയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടേക്കും അടിക്കരുത് എന്ന്, പഞ്ച് ചെയ്യരുത് എന്ന് പറയുകയാണ് റഫറി. ലെറ്റ് us ഹാവ് എ ക്ലീൻ ഫൈറ്റ്. നമുക്കൊരു ഹോണസ്റ്റ് ആയിട്ടുള്ള ക്ലീൻ ഫൈറ്റാണ് വേണ്ടത്. നൗ ഷേക്ക് ഹാൻഡ് ആൻഡ് കം ഔട്ട് ഫൈറ്റിംഗ്. നിങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുത്തോളൂ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഫൈറ്റിംഗ് എന്ന് പറയുകയാണ്. ബോത്ത് യങ്ങസ്റ്റേഴ്സ് ടച്ച്ഡ് ഗ്ലൗസ് ആൻഡ് നോഡ്. രണ്ടുപേരും ഇങ്ങനെ ഗ്ലൗസ് ഇടുമല്ലോ പഞ്ച് ചെയ്യാൻ. ബോക്സിങ്ങിന് രണ്ടുപേരുടെ കയ്യിലും ഗ്ലൗസ് ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ നോഡഡ് തലയാട്ടുകയും ചെയ്തു. ദ ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് ക്വിക്ക്ലി ടു ദെയർ കോർണേഴ്സ്. അവർ തിരിഞ്ഞ് അവരുടെ രണ്ടുപേരുടെയും കോർണറിലേക്ക് ഡാൻസ് ചെയ്ത് പോയി. അത് ഡാൻസ്ഡ് മീൻസ് ഇവിടെ റെഫർ ചെയ്യുന്നത് എന്താണ്? നമ്മളിങ്ങനെ ബോക്സിങ്ങിലില്ലേ അവരുള്ള ഒരു മൂവ്മെൻറ്റ് ഇല്ലേ, ഇങ്ങനെ മുഷ്ടി വലത് കൈ ഇടത്തെ കൈയും മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കുലുങ്ങുമല്ലോ. അത് ബോക്സിങ് വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാലോ. ആ മൂവ്മെൻറ്റിനെയാണ് ഇവിടെ ഡാൻസ്ഡ് എന്നുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ്. ബോങ് ബോങ് റൗണ്ട് 1. അപ്പോൾ ഫസ്റ്റ് റൗണ്ടാണ്. ഫെലിക്സ് ആൻഡ് ആൻ്റോണിയോ ടേൺഡ് ആൻഡ് ഫേസ്ഡ് ഈച്ച് അതർ സ്ക്വയർലി ഇൻ എ ഫൈറ്റിംഗ് പോസ്. അപ്പോൾ ഫെലിക്സും ആൻ്റോണിയോ ഫേസ് ടു ഫേസ് നോക്കുകയാണ്. സ്ക്വയർലി മീൻസ് ഡയറക്റ്റ്ലി നോക്കുകയാണ് രണ്ടുപേരും. പിന്നെ ഫൈറ്റിംഗ് പോസ്, അവർ ഫൈറ്റിംഗ് പോസിലാണ് നിൽക്കുന്നത്. ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഫെലിക്സ് വേസ്റ്റ് നോ ടൈം. ഫെലിക്സ് ഒരു ടൈമും വേസ്റ്റ് ആക്കിയില്ല. ഈ കെയിം ഇൻ ഫാസ്റ്റ്. അതിന് വേഗം വന്നു. ഹെഡ് ലോ, തല താഴ്ത്തിക്കൊണ്ട്. ഹാഫ് ഹൺഡ്രഡ് ടുവേർഡ് ഹിസ് റൈറ്റ് ഷോൾഡർ ആൻഡ് ലാഷ്ഡ് ഔട്ട് വിത്ത് എ സ്ട്രൈറ്റ് ലെഫ്റ്റ്. അവനിങ്ങനെ തല താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ലെഫ്റ്റ് ആൻഡ് ലാഷ്ഡ് ഔട്ട് വിത്ത് സ്ട്രൈറ്റ് ലെഫ്റ്റ്. അവന് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പഞ്ച് ചെയ്യാണ് ആൻ്റോണിയെ. ഹീ മിസ്ഡ് എ റൈറ്റ് ക്രോസ് ആസ് ആൻ്റോണിയോ സ്ലിപ്പ്ഡ്. അപ്പോൾ ആൻ്റോണിയോ ഫെലിക്സിനെ വലത് കൈയുടെ ഒരു പഞ്ച് ചെയ്യുകയാണ്. അത് ഫെലിക്സ് മിസ്സാക്കി. ആൻഡ് കൗണ്ടേർഡ് വിത്ത് 3 ലെഫ്റ്റ്സ് ദാറ്റ് സ്നാപ്ഡ് ഫെലിക്സ് ഹെഡ് ബാക്ക്. പക്ഷെ ആൻ്റോണിയോ വീണ്ടും ലെഫ്റ്റ് പഞ്ച് കൊടുക്കുകയാണ് ഫെലിക്സിനെ. അത് അവൻ്റെ ബാക്ക് ഹെഡിൽ തട്ടി. സെൻഡിങ് എ മൈൽഡ് ഷോക്ക് കോഴ്സിങ് ത്രൂ ഹിം. അത് ഫെലിക്സിന് ഒരു ഷോക്ക് തന്നെ ഉണ്ടാക്കി. ഇഫ് ഫെലിക്സ് ഹാഡ് എനി സ്മാൾ ഡൗട്ട് അബൌട്ട് ദെയർ ഫ്രണ്ട്ഷിപ്പ് അഫക്റ്റിംഗ് ദെയർ ഫൈറ്റ് ഇറ്റ് വാസ് ബീയിങ് നീറ്റ്ലി
ഡിസ്പെല്ലർ മീൻസ് എലിമിനേറ്റഡ്. അപ്പോൾ ഫെലിക്സിന് അവരുടെ ഈ ഫൈറ്റ് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുമോ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ സമയത്ത് ഒഴിവായി എന്നാണ് പറയുന്നത്. കാരണം രണ്ടുപേരും ഹോണസ്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ അവരിങ്ങനെ ഭയപ്പെട്ടിരുന്നെങ്കിൽ അപ്പോൾ ഫെലിക്സിന് ആൻറ്റോണിയുടെ കയ്യിൽ നിന്ന് നല്ല 3 പഞ്ച് കിട്ടി, നല്ല ഹെവി ആയിട്ടുള്ള 3 പഞ്ച് കിട്ടി. അപ്പോൾ ഈ ടൈമിൽ അവൻ്റെ മനസ്സിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ഇത് ബാധിക്കുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ സമയത്ത് എന്തായി എലിമിനേറ്റ് ആയി പോയി. നെക്സ്റ്റ് പാരഗ്രാഫ്. ആൻറ്റോണിയോസ് ലെഫ്റ്റ് ഹാൻഡ് വാസ് ലൈക്ക് എ പിസ്റ്റൺ. അപ്പോൾ എന്താണ് ഫെലിക്സ് പറയുന്നത്? ഫെലിക്സ് ചിന്തിക്കുകയാണ് ഇങ്ങനെ, ആൻറ്റോണിയുടെ ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് എങ്ങനെ ഒരു പിസ്റ്റൺ പോലെയാണ്. പമ്പിങ് ജാബ്സ് വൺ റൈറ്റ് ആഫ്റ്റർ അനദർ വിത്ത് സീമിങ് ഈസ്. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായി. ജാബ്സ് മീൻ ഇടി, ഇങ്ങനെ ഇടിക്കുകയാണ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ആൻറ്റോണിയോ. വിത്ത് സീമിങ് ഈസ് മീൻസ് നിഷ്പ്രയാസം ഒരു പിസ്റ്റൺ പോലെ കണ്ടിന്യൂസ് ആയി ഇടത്തെ കൈ കൊണ്ട് ആൻറ്റോണിയോ ഇങ്ങനെ പഞ്ച് ചെയ്യാണ് ഫെലിക്സിനെ. ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വീവ്ഡ് ആൻഡ് നെവർ സ്റ്റോപ്പ്ഡ് ബോറിങ് ഇൻ. അപ്പോൾ അങ്ങനെ താഴ്ന്നിട്ട് ഫെലിക്സ് എന്ത് ചെയ്യുക, ബോബ്ഡ് ആൻഡ് വീവ്ഡ്, അവന് ഒഴിഞ്ഞു മാറുകയാണ്. ആൻറ്റോണി ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പഞ്ച് ചെയ്യുമ്പോൾ ഫെലിക്സ് അതിന് ഒഴിഞ്ഞു മാറി. ഹി നോ ദാറ്റ് അറ്റ് ലോങ് റേഞ്ച് ഹി വാസ് അറ്റ് എ ഡിസഡ്വാൻറ്റേജ്. ലോങ് റേഞ്ച്, മിഡ് റേഞ്ച്, ക്ലോസ് റേഞ്ച്, ഇത് ബോക്സിങ്ങിൽ ഉപയോഗിക്കുന്ന 3 ടേംസ് ആണ്. ലോങ് റേഞ്ച് ആണ് നമ്മൾ കയ്യകലെ നിന്ന് പഞ്ച് ചെയ്യുക. മിഡ് റേഞ്ച് ആണ് നമ്മുടെ കൈമുട്ടിൻ്റെ അത്ര ഡിസ്റ്റൻസ്. ക്ലോസ് റേഞ്ച് ഫേസ് ടു ഫേസ്, അത്രയും ക്ലോസ് ആയി നിന്ന് പഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ഇനി വരുന്ന പാരഗ്രാഫിലൊക്കെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഞ്ചിങ്ങിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വായിച്ച് പോകാൻ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ. അർത്ഥം പറഞ്ഞ് പോവും, നിങ്ങൾ മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ. കാരണം ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി അങ്ങനെ ജസ്റ്റ് ഒരു ഓവറോൾ സമ്മറി എഴുതി വെച്ചാൽ മതി. അല്ലാതെ ഇങ്ങനെ 3 പഞ്ച് വലത്തെ കൈ കൊണ്ട് അവന് ഇവിടെ കിട്ടി അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ എന്താ പറയുന്നത്? ഹി നോ ദാറ്റ് അറ്റ് ലോങ് റേഞ്ച് ഹി വാസ് അറ്റ് എ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ആൻറ്റോണിയോക്ക് കയ്യകലം നിന്നിട്ട് നന്നായി പഞ്ച് ചെയ്യാനറിയാം. പക്ഷെ ഫെലിക്സിന് എന്താണ് അതിലത്ര എക്സ്പേർട്ട് അല്ല. ലോങ് റേഞ്ചിൽ ആൻറ്റോണിയോ എക്സ്പേർട്ട് ആയിരുന്നത് അത് അവനൊരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് ഫെലിക്സിന് നന്നായി അറിയാം. നല്ല പഞ്ച് കിട്ടും കയ്യകലത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ആൻറ്റോണിയോയുടെ കയ്യിൽ നിന്ന്. Antonio had too much reached on him. Only by coming in close could Felix hope to achieve the dreamed knockout. അപ്പോൾ ഫെലിക്സ് എക്സ്പേർട്ട് എന്തിലാണ്? ക്ലോസ് റേഞ്ചിലുള്ള പഞ്ചിങ്ങിലാണ്. അപ്പം ക്ലോസ് ടു ഫേസ് ടു ഫേസ് അത്രയും അടുത്ത് വന്നാലേ ഉള്ളൂ ഫെലിക്സിന് അവന് വിചാരിച്ച പോലെ, അവന് സ്വപ്നം കണ്ട പോലെ ആദ്യത്തെ പഞ്ചിങ്ങിൽ തന്നെ ആൻറ്റോണിയോയെ ഔട്ടാക്കാൻ സാധിക്കുള്ളൂ. ഒറ്റ നോക്കൗട്ടിൽ തന്നെ ആൻറ്റോണിയോയെ ഔട്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പാരഗ്രാഫ്. ആൻറ്റോണിയോ ന്യൂ ദ ഡൈനാമൈറ്റ് ദാറ്റ് വാസ് സ്റ്റോർഡ് ഇൻ ഹിസ് അമിഗോ ബ്രദേഴ്സ് ഫിസ്റ്റ്. ആൻറ്റോണിയോക്കും നന്നായി അറിയാം. ഡൈനാമൈറ്റ് മീൻസ് ഡേഞ്ചർ പവർ. അവൻ്റെ ഫ്രണ്ടായ ഫെലിക്സിൻ്റെ കയ്യിലുള്ള ആ ഡൈനാമൈറ്റ് അത്രയും ശക്തി, ആ പവർ ആൻറ്റോണിയോക്കും നന്നായി അറിയാം. ഹി ഡക്ക്ഡ് എ ഷോർട്ട് റൈറ്റ് ആൻഡ് മിസ്ഡ് എ ലെഫ്റ്റ് ഹുക്ക്. ഹി ഡക്ക്ഡ് മീൻസ് വെൻ യു ഡ്രോപ്പ് യുവർ ഹെഡ് സ്ട്രൈറ്റ് ഡൗൺ, തല താഴ്ത്തുക, അതിനാണ് ഡക്ക്ഡ്. ഹി ഡക്ക്ഡ് എ ഷോർട്ട് റൈറ്റ് ആൻഡ് മിസ്ഡ് എ ലെഫ്റ്റ് ഹുക്ക്. അങ്ങനെ അവൻ തല താഴ്ത്തി അവനൊരു ലെഫ്റ്റ് പഞ്ച് മിസ് ചെയ്തു. ഫെലിക്സ് ട്രാപ്ഡ് ഹിം എഗെയിൻസ്റ്റ് ദ റോപ്സ് ജസ്റ്റ് ലോങ് ഇനഫ് ടു പവർ സം പണിഷിംഗ് റൈറ്റ്സ് ആൻഡ് ലെഫ്റ്റ് ടു ആൻറ്റോണിയോസ് ഹാർഡ് മിഡ് സെക്ഷൻ. മിഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മിഡ് പാർട്ട് ഓഫ് എനിത്തിങ്. ഇവിടെ എന്താണ്? സ്റ്റൊമക്കിൻ്റെ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെലിക്സ് അവനെ ആ കയറിൽ കുരുക്കിയിട്ട് അവന് ലെഫ്റ്റ് കൈ കൊണ്ടും റൈറ്റ് കൈ കൊണ്ടും ലെഫ്റ്റ് ഹാൻഡോടും റൈറ്റ് ഹാൻഡോടും നന്നായി പഞ്ച് ചെയ്യുകയാണ്. മിഡ് സെക്ഷൻ അവൻ്റെ വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ ഭാഗത്ത് നന്നായി പഞ്ച് ചെയ്യുകയാണ്. ആൻറ്റോണിയോ സ്ലിപ്ഡ് എവേ ഫ്രം ഫെലിക്സ്. ആൻറ്റോണിയോ ഒഴിഞ്ഞു മാറി ഫെലിക്സിൻ്റെ കയ്യിൽ നിന്ന്. ക്രാഷിംഗ് 2 ലെഫ്റ്റ്സ് ടു ഹിസ് ഹെഡ്. എന്നിട്ട് തിരിച്ച് 2 ലെഫ്റ്റ് ഇടത്തെ കൈ കൊണ്ട് 2 പഞ്ച് ഫെലിക്സിന് ഇട്ട് കൊടുക്കുകയാണ്. വിച്ച് സെറ്റ് ഫെലിക്സ് റൈറ്റ് ഇയർ റിങ്ങിങ്. ആ 2 പഞ്ച് നല്ല ഹെവി ആയിരുന്നു. ആൻറ്റോണിയോ അടുത്ത് നിന്ന് ആ 2 പഞ്ച് കിട്ടിയപ്പോൾ അവൻ്റെ റൈറ്റ് ഇയർ വലത് ചെവി മൂളാൻ തുടങ്ങി. ഫെലിക്സ് വാക്ക്ഡ് ബ്രിസ്ക്ലി ബാക്ക് ടു ഹിസ് കോർണർ. ബ്രിസ്ക്ലി മീൻസ് ക്വിക്ക്ലി. അവൻ വേഗം അവൻ്റെ കോർണറിലേക്ക് പോയി. ആൻറ്റോണിയോ ഗ്രേസ്ഫുള്ളി ഡാൻസ്ഡ് ഹിസ് വേ ടുവേർഡ് ഹിസ് സ്റ്റൂൾ. ആൻറ്റോണിയോ ഗ്രേസ്ഫുള്ളി ഡാൻസ്, അവൻ ആ മൂവ്മെൻറ്റ് അങ്ങനെ ബോക്സിങ് മൂവ്മെൻ്റ് ഉണ്ടല്ലോ അതിങ്ങനെ കാണിച്ച് അവൻ്റെ സ്റ്റൂളിലേക്ക്, അവൻ്റെ ഇരിപ്പിടത്തിലേക്ക് പോയി. ബോങ് ബോങ് ബോങ്. റൗണ്ട് 2. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അവസാനിച്ചു. സെക്കൻഡ് റൗണ്ടാണ്. ഫെലിക്സ് വാസ് ഓഫ് ഹിസ് സ്റ്റൂൾ ആൻഡ് റഷ്ഡ് ടു ആൻറ്റോണിയോ ലൈക്ക് എ ബുൾ. ഫെലിക്സ് അവൻ്റെ സ്റ്റൂളിൽ നിന്ന് ആൻറ്റോണിയുടെ അടുത്തേക്ക് ഒരു ബുൾ കാളയെ പോലെ റഷായി കുതിച്ച് വരികയാണ്. സെൻഡ് എ ഹാർഡ് റൈറ്റ് ടു ഹിസ് ഹെഡ്. അവൻ്റെ തലക്കിട്ട് വലത്തെ കൈ കൊണ്ട് പഞ്ച് കൊടുക്കുകയാണ്. ആൻറ്റോണിയോ ഹേർട്ട്. ആൻറ്റോണിയോക്ക് നന്നായി വേദനിച്ചു. സെൻഡ് ബാക്ക് എ ബ്ലറിംഗ് ബാരേജ് ഓഫ് ലെഫ്റ്റ്സ് ആൻഡ് റൈറ്റ്സ് ദാറ്റ് ഓൺലി മെയിൻ പെയിൻ ടു ഫെലിക്സ്.
ബാരേജ് മീൻസ് കണ്ടിന്യൂസ്ലി. അപ്പോൾ ആൻ്റോണിയോക്ക് നന്നായി വേദനിച്ചു ഫെലിക്സിൻ്റെ കയ്യിൽ നിന്ന് പഞ്ച് കിട്ടിയപ്പോൾ. അപ്പോൾ ആൻ്റോണി എന്താ ചെയ്തേ, തിരിച്ച് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് റൈറ്റ് ഹാൻഡോടും ലെഫ്റ്റ് ഹാൻഡോടും നന്നായി പഞ്ച് ചെയ്യുകയാണ് ഫെലിക്സിന്. ഇത് എന്തുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്, ഓൺലി മെൻ പെയിൻ ടു ഫെലിക്സിന് വേദന ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ആൻ്റോണി ഫെലിക്സിനെ പഞ്ച് ചെയ്യുകയാണ്. ബോബ്ഡ് ആൻഡ് വീവ്ഡ്. ഫെലിക്സ് എന്താണ്, ഒഴിഞ്ഞു മാറുന്നുണ്ട്. ബോബ്ഡ് ആൻഡ് വീവ്ഡ് മീൻസ് ഒഴിഞ്ഞു മാറുക. ബോബ്ഡ് ആൻഡ് വീവ്ഡ് ഒക്കേഷൻലി പഞ്ചിങ് ഹിസ് 2 ഗ്ലൗസ് ടുഗദർ. അവൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ഈ രണ്ട് കയ്യിലും ഗ്ലൗസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒരുമിച്ച് തട്ടുന്നുണ്ട്. ആൻ്റോണിയോ വെയിറ്റഡ് ഫോർ ദ റഷ് ദാറ്റ് വാസ് ഷുവർ ടു കം. ഫെലിക്സ് ഉറപ്പായും തിരിച്ചു വരും എന്ന് ആൻ്റോണിയോക്ക് അറിയാം. ആൻ്റോണിയോ അതിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെലിക്സ് ക്ലോസ്ഡ് ഇൻ ആൻഡ് ഫെയിൻറ്റഡ് വിത്ത് ഹിസ് ലെഫ്റ്റ് ഷോൾഡർ ആൻഡ് ത്രൂ എ റൈറ്റ് ഇൻസ്റ്റഡ്. ഫെയിൻറ്റഡ് മീൻസ് അഭിനയിക്കുക. ആൻ്റോണിയോ എന്താണ് ഇങ്ങനെ അഭിനയിക്കുക. വിത്ത് ഹിസ് ലെഫ്റ്റ് ഷോൾഡർ, ഇടത്തെ കൈ കൊണ്ട് പഞ്ച് ചെയ്യുന്ന അഭിനയിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ആൻ്റോണിയോക്കിട്ട് പഞ്ച് ചെയ്യുകയാണ്. ഫെലിക്സ് ഇടത്തെ കൈ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അഭിനയിച്ചിട്ട് വലത്തെ കൈ ഇട്ട് അപ്രതീക്ഷിതമായി ഇടത്തെ കൈ ഉപയോഗിക്കാതെ വലത്തെ കൈ കൊണ്ട് പകരം പഞ്ച് ചെയ്യുകയാണ് ആൻ്റോണിയോയെ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. റൈസ് ടു ദ ബോഡി, ലെഫ്റ്റ് ടു ദ ഹെഡ്. എങ്ങനെ, ശരീരത്തിൻ്റെ വലതുവശം ആൻഡ് ലെഫ്റ്റ് ടു ദ ഹെഡ്, തലയുടെ ഇടതുവശം. നെയ്തർ ഫൈറ്റർ വാസ് ഗിവിങ് ആൻ ഇഞ്ച്. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കണം, ഒരാളും വിട്ടുകൊടുക്കുന്നില്ല. സഡൻലി എ ഷോർട്ട് റൈറ്റ് കോട്ട് ആൻ്റോണിയോ സ്ക്വയർലി ഓൺ ദ ചിഹ്നം. ഈ ആൻ്റോണിയുടെ ചിഹ്നം താടിഭാഗത്തായിട്ട് ഒരു ഷോർട്ട് റൈറ്റ്, ഒരു റൈറ്റ് പഞ്ച്, വലതു കൈയോണ്ട് ഒരു പഞ്ച് കിട്ടുകയാണ്. സ്ക്വയർലി മീൻസ് ഡയറക്റ്റായിട്ട് വലത്തെ കൈ കൊണ്ട് ഫെലിക്സ് ആൻ്റോണിയോയുടെ താഴെയുടെ ഭാഗത്തായിട്ട് ഒരു പഞ്ച് കൊടുക്കുകയാണ്. ഹിസ് ലോങ് ലെഗ്സ് ടേൺ ടു ജെല്ലി മീൻസ് വീക്ക് ആൻഡ് ഹിസ് ആംസ് ഫ്ലൈൽഡ് ഔട്ട് ഡെസ്പെറേറ്റ്ലി. ആൻ്റോണിയോക്ക് പറഞ്ഞിരുന്നല്ലോ, ഈ പാടം തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഫെലിക്സിനേക്കാളും കുറച്ച് ലോങ് ആണ്. അപ്പോൾ അവൻ്റെ ലോങ് ലെഗ്സ്, നീളമുള്ള കാല് ടേൺ ടു ജെല്ലി, പെയിന് കാരണം ഇങ്ങനെ വീക്കായി. ആൻഡ് ഹിസ് ആംസ് ഇങ്ങനെ ഫ്ലൈലഡ് ഔട്ട് ഡെസ്പെറേറ്റ്ലി, വേദന കാരണം ഇങ്ങനെ കൈ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി എന്ന് പറയാം. ഫെലിക്സ് ഗ്രണ്ടിങ് ലൈക്ക് എ ബുൾ. ഫെലിക്സ് എങ്ങനെ ഗ്രണ്ടിങ് മീൻസ് മുരളുക, ലൈക്ക് എ ബുൾ, ഒരു കാളയെ പോലെ മുരളി, അങ്ങനെ മുരളുക സൗണ്ട് ഉണ്ടാക്കുകയാണ്. ത്രൂ വൈൽഡ് പഞ്ചസ് ഫ്രം എവറി ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലും വന്യമായ പഞ്ചാണ് ആൻ്റോണിയോക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫെലിക്സിൻ്റെ കയ്യിൽ നിന്ന്. ആൻ്റോണിയോ ഗ്രോഗി, ബോബ്ഡ് ആൻഡ് വീവ്ഡ്. ആൻ്റോണിയോ ഗ്രോഗി മീൻസ് ആൻ്റോണിയോ വീക്കായി, അവന് വളരെ അധികം ക്ഷീണിതനായി, കാരണം കുറേ പഞ്ച് ഫെലിക്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. ബോബ്ഡ് ആൻഡ് വീവ്ഡ്, അവന് പലതവണ ഒഴിഞ്ഞു മാറി. ഇവാഡിങ് മോസ്റ്റ് ഓഫ് ദ ബ്ലൗസ്, അവന് പല പഞ്ചുകളും, ഇവാഡിങ് മീൻസ് ഒഴിഞ്ഞു മാറി. സഡൻലി ഹിസ് ഹെഡ് ക്ലിയർഡ്, പെട്ടെന്ന് അവൻ്റെ തല ഇങ്ങനെ ശൂന്യമായി. ക്ലിയർഡ് മീൻസ് എം ടി ആയി. ഹിസ് ലെഫ്റ്റ് ഫ്ലാഷ്ഡ് ഔട്ട് ഹാർഡ് ആൻഡ് സ്ട്രൈറ്റ് ക്യാച്ചിങ് ഫെലിക്സ് ഓൺ ദ ബ്രിഡ്ജ് ഓഫ് ഹിസ് നോസ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു, ഹിസ് ലെഫ്റ്റ് ഫ്ലാഷ്ഡ് ഔട്ട്, അവൻ ഇടത്തെ കൈ കൊണ്ട് ഫെലിക്സിനിട്ടൊരു പഞ്ച് കൊടുത്തു. അത് അവൻ്റെ എവിടെ കൊണ്ടത്, ബ്രിഡ്ജ് ഓഫ് ഹിസ് നോസ്, മൂക്കിൻ്റെ പാലത്തിനിട്ട് കൊണ്ടു. ഇൻ എ ഫോഗ്, അപ്പോൾ അവിടെ ആകെ മൊത്തം ഒരു കൺഫ്യൂഷനുള്ള അവസ്ഥയാണ്. ഫെലിക്സ് ഹിയർ ദ റോറിങ് ഓഫ് ദ ക്രൗഡ്, അവനങ്ങനെ ഫെലിക്സ് എന്ത് ചെയ്തു, ആ ക്രൗഡിൻ്റെ അലറൽ ഒച്ച കേട്ടു. ഹൂ സീംഡ് ടു ഹാവ് ഗോൺ ഇൻസെയിൻ, അവനിപ്പോൾ ഒരു ഭ്രാന്തനായ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഫൈറ്റിൻ്റെ കാഠിന്യത്തിലെ ഒരു ഭ്രാന്തനായ അവസ്ഥയാണ്. ഹിസ് ഹെഡ് ക്ലിയർ ടു ഹിയർ ദ ബെൽ സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ റൗണ്ട്. അപ്പോൾ അങ്ങനെ അവന് ആ റൗണ്ട് എൻഡ് ചെയ്തു എന്നില്ല, ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുകയാണ്. ഹിസ് ട്രെയിനർ സാറ്റ് ഹിം ഡൗൺ ഓൺ ദ സ്റ്റൂൾ. അപ്പോൾ അവൻ്റെ ട്രെയിനർ എന്ത് ചെയ്തു, ഫെലിക്സിനെ കൊടുന്ന് ആ കോർണറിലുള്ള അവൻ്റെ സ്റ്റൂളിലിരുത്തി. ഇൻ ഹിസ് കോർണർ ആൻ്റോണിയോ വാസ് ഡൂയിങ് വാട്ട് ഓൾ ഫൈറ്റേഴ്സ് ഡു വെൻ ദേ ആർ ഹേർട്ട്. അപ്പോൾ ആൻ്റോണിയോയുടെ കോർണറിൽ ആൻ്റോണിയോ പോയിരിക്കുന്നുണ്ട്. അവനെന്താ ചെയ്യുന്നത്, എല്ലാ ഫൈറ്ററും ചെയ്യുന്ന പോലെ വേദനിച്ചിട്ടില്ല എന്നിങ്ങനെ അഭിനയിച്ച് ദേ സിറ്റ് ആൻഡ് സ്മൈൽ ടു എവരി വൺ. അവനിങ്ങനെ ഇരുന്ന് എല്ലാവരോടും ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. എല്ലാ ഫൈറ്റേഴ്സും വേദനിച്ചിട്ടുണ്ടെന്ന് അവർ പുറത്ത് കാണിക്കില്ലല്ലോ, എല്ലാ ഫൈറ്റേഴ്സും അതിങ്ങനെ മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുക. അതുപോലെ ആൻ്റോണിയോ ചെയ്യാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ റെഫറി സിഗ്നൽഡ് ദ റിംഗ് ഡോക്ടർ ടു ചെക്ക് ദ ഫൈറ്റേഴ്സ് ഔട്ട്. അപ്പോൾ റെഫറി, അവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും, ഇങ്ങനെ ഈ ഫൈറ്റേഴ്സിൻ്റെ ഹെൽത്തും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടറോട് സിഗ്നൽ കൊടുക്കുകയാണ്, അവരൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കണ, ആരും വിട്ടുകൊടുക്കണില്ല. ഫെലിക്സും ആൻ്റോണിയോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം
പഞ്ച് ചെയ്യുന്നുണ്ട്. ഹി ഡിഡ് സോ ആൻഡ് ദെൻ ഗാവ് ഹിസ് ഓക്കെ. അവന് ചെക്ക് ചെയ്തു രണ്ടുപേരെയും ഡോക്ടർ. എന്നിട്ട് ഓക്കെ, ഹെൽത്തൊക്കെ ഓക്കെ ആണെന്ന് ഇൻഫർമേഷൻ കൊടുത്തു. ദ കോൾഡ് വാട്ടർ സ്പഞ്ചസ് ബ്രോട്ട് ക്ലാരിറ്റി ടു ബോത്ത് അമിഗോ ബ്രദേഴ്സ്. അങ്ങനെ സ്പോഞ്ച് തണുത്ത വെള്ളത്തിൽ മുക്കി രണ്ടുപേരുടെ ശരീരം ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ് അവിടെയുള്ള ട്രെയിനർ. ദേ വേർ റബ്ഡ് അണ്ടിൽ ദെയർ സർക്കുലേഷൻ റാൻ ഫ്രീ. അവരെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ക്ലിയർ ആവുന്നവരെ അവരെങ്ങനെ സ്പോഞ്ച് കൊണ്ട് അവരുടെ ശരീരം ഇങ്ങനെ റബ്ബ് ചെയ്യാണ്. ബോങ് റൗണ്ട് 3 ദ ഫൈനൽ റൗണ്ട്. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞു. 2 റൗണ്ടിലും ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് നടന്നത്. ഇത് 3rd റൗണ്ടാണ്. ഇതാണ് ഫൈനൽ റൗണ്ട്. ഇതിൽ ആരാണോ വിജയിക്കുന്നത് അവരാണ് ബോയ്സ് ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പിൻ്റെ പങ്കെടുക്കുക. രണ്ടുപേരുടെയും ഡ്രീമാണ്. അപ്പോൾ നമുക്ക് ആരാണ് വിജയിക്കുക എന്ന് നോക്കാം. അപ് ടു നൗ ഇറ്റ് ഹാഡ് ബീൻ ടിക് ടാക് ടു പ്രെറ്റി മച്ച് ഈവൻ. അപ്പോൾ ടിക് ടാക് ടു മീൻസ് അതൊരു ഗെയിമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. ഒരു ഇഞ്ച് ആരും വിട്ടുകൊടുത്തിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റായിരുന്നു. ബട്ട് എവരി വൺ ന്യൂ ദർ കുഡ് ബി നോ ഡ്രോ. അപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു നോ ഡ്രോ, ഒരു സമാസമം ഇവിടെ ഉണ്ടാവില്ല. ആരാണ് വിജയിക്കുന്നത് എന്ന് ഒരാൾക്കേ വിജയിക്കാൻ കഴിയൂ. ആരാണ് വിജയിക്കുക എന്ന് ആകാംക്ഷയോടെ ആ ക്രൗഡ് മുഴുവൻ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ദിസ് റൗണ്ട് വുഡ് ഡിസൈഡ് ദ വിന്നർ. അങ്ങനെ ഇത് ഫൈനൽ റൗണ്ടാണ്. ഈ റൗണ്ടാണ് ആരാണ് വിജയി എന്ന് തീരുമാനിക്കുന്നത്. ദിസ് ടൈം ടു ഫെലിക്സ് സർപ്രൈസ് ഇറ്റ് വാസ് ആൻ്റോണിയോ ഹൂ കെയിം ഔട്ട് ഫാസ്റ്റ്. അപ്പോൾ ഈ ടൈമിൽ ഈ 3rd റൗണ്ടിൽ ആൻ്റോണിയോ ആണ് ആദ്യമായി മുന്നോട്ട് വന്നത്. ഫെലിക്സ് അപ്പോൾ സർപ്രൈസ് ആവാണ്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 2 റൗണ്ടിലും ഫെലിക്സ് ആണ് ആദ്യം വന്ന് പഞ്ച് ചെയ്തത്. പക്ഷേ ഇവിടെ 3rd റൗണ്ട് ആയപ്പോൾ ആൻ്റോണിയോ ആണ് ആദ്യം വന്ന് പഞ്ച് ചെയ്യുന്നത്. ചാർജിങ് അക്രോസ് ദ റിങ്. അങ്ങനെ ഫെലിക്സിനെതിരെ ആ റിങ്ങിലിട്ടിട്ട് പഞ്ച് ചെയ്യുകയാണ് ആൻ്റോണിയോ. ഫെലിക്സ് ബ്രേസ്ഡ് ഹിംസെൽഫ് ബട്ട് കുഡിൻ വാർഡ് ഓഫ് ദ ബാരേജ് ഓഫ് പഞ്ചസ്. വാർഡ് ഓഫ് മീൻസ് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. ബ്രേസ്ഡ് മീൻ ഫെലിക്സ് ബ്രേസ്ഡ് മീൻസ് എന്താ? സ്ട്രെങ്തൻ ചെയ്യുക. അവരിങ്ങനെ ഫെലിക്സ് ആൻ്റോണിയോ ഫൈറ്റ് ചെയ്യാൻ പഞ്ച് ചെയ്യാൻ വരുമ്പോൾ ഫെലിക്സ് ഇങ്ങനെ അവനെ ശക്തിപ്പെടുത്തുകയാണ്. പക്ഷെ അവന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. ബാരേജ് ഓഫ് പഞ്ചസ് മീൻസ് കണ്ടിന്യൂസ് ആയി ആൻ്റോണിയോ പഞ്ച് ചെയ്യുകയാണ്. ആ പഞ്ചിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഫെലിക്സിന് സാധിച്ചില്ല. ഫെലിക്സ് ടാപ്ഡ് ഹിസ് ഗ്ലോവ്സ് ആൻഡ് കമൻസഡ് ഹിസ് അറ്റാക്ക് അന്യൂ. കമൻസഡ് മീൻസ് സ്റ്റാർട്ട്, അന്യൂ മീൻസ് ഫ്രഷ്ലി. അപ്പോൾ ഫെലിക്സ് ടാപ്ഡ് ഹിസ് ഗ്ലോവ്സ്, അവൻ്റെ കൈ ഇങ്ങനെ തട്ടിയിട്ട് പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആൻ്റോണിയോയെ. ആൻ്റോണിയോ ത്രോവിങ് ബോക്സസ് കോഷൻ ടു ദ വിൻസ് ജംപ്ഡ് ഇൻ ടു മീറ്റ് ഹിം ബോത്ത് പൗണ്ടഡ് എവേ. പൗണ്ടഡ് മീൻസ് സ്ട്രക്ക്. ഇവിടെ ഒരു വേർഡ് വരുന്നുണ്ട് ബോക്സേഴ്സ് കോഷൻ മീൻസ് ബീയിങ് കെയർഫുൾ. അവോയ്ഡ് ത്രോവിങ് മീൻസ് സ്റ്റോപ്പ് ബീയിങ് കെയർഫുൾ. അപ്പോൾ ഇവിടെ എന്താണ്? ഒരാൾ ഫൈറ്റ് ചെയ്യുമ്പോൾ 2 ആളാണ് ഈ ബോക്സിങ്ങിൽ ഉണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ഫൈറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടും ഫൈറ്റ് കിട്ടും. പക്ഷേ അപ്പോൾ അതൊന്നും കോഷ്യസ് ആവാതെ, അതിനൊന്നും ചിന്തിച്ച് ഭയപ്പെടാതെ ആൻ്റോണിയോ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് ആൻ്റോണിയോ എന്ത് ചെയ്യാണ്? ഫെലിക്സിനെ പഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ത്രോവിങ് ബോക്സസ് കോഷൻ മീൻസ് സ്റ്റോപ്പ് ബീയിങ് കെയർഫുൾ. അപ്പോൾ കെയർഫുൾ ആവാതെ എന്ത് തന്നെ സംഭവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ആൻ്റോണിയോ എന്ത് ചെയ്യാണ്? ഫെലിക്സിനെ പഞ്ച് ചെയ്യുകയാണ്. ബോത്ത് പൗണ്ടഡ് എവേ പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ചെയ്യുകയാണ്. ഇതൊക്കെ അവരെങ്ങനെ പഞ്ച് ചെയ്തതെന്ന് ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറയുകയാണ്. ആരും വിട്ടുകൊടുത്തിട്ടില്ല. ഫെലിക്സ് ആൻ്റോണിയോ തിരിച്ച് ഫെലിക്സിനെയും നന്നായിട്ട് പഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫ്. നെയ്തർ ഗാവ് ആൻ ഇഞ്ച് ആൻഡ് നെയ്തർ ഫെൽ ടു ദ ക്യാൻവാസ്. ആരും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കുന്നില്ല. ആരും തന്നെ ക്യാൻവാസിലേക്ക് ആ റിങ്ങിൻ്റെ പുറത്തേക്ക് വീഴുന്നുമില്ല. അതിൻ്റെ പുറത്തേക്ക് പോയ ആ വീഴുന്ന ആൾ ഔട്ടാവും. അങ്ങനെ ഫൈനൽ ആരാണ് വിജയി എന്ന് ഡിസൈഡ് ചെയ്യാം. പക്ഷേ അല്ലെങ്കിൽ ഒരാൾ പരാജയപ്പെടണം. ആരും പരാജയപ്പെടണമില്ല, ആരും പുറത്ത് വീഴുന്നുമില്ല. ദേ ഫോട്ട് ടു മീൻസ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി. ദ സൗണ്ട്സ് ഓഫ് ദെയർ ബ്ലോസ് വെർ ലൗഡ് ഇൻ ദ കോൺട്രാസ്റ്റ് ടു ദ സൈലൻസ് ഓഫ് എ ക്രൗഡ് ഗോൺ കംപ്ലീറ്റ്ലി മ്യൂട്ട്. അപ്പോൾ അവരുടെ ഈ പഞ്ചിൻ്റെ സൗണ്ട് കാരണം അവിടെ കൂടിയ ക്രൗഡ് എന്താണ്? സൈലൻസ് ആയി. അവരത്രയും ഇതിൻ്റെ ഈ സൗണ്ട് കേട്ടിട്ട്, ഈ പഞ്ചിൻ്റെ ഗാഢമായ ആ സൗണ്ട് കേട്ടിട്ട് അവിടുത്തെ ക്രൗഡൊക്കെ നിശ്ചലമാവുകയാണ്. ദ റെഫറി വാസ് സ്റ്റൺഡ് ബൈ ദെയർ സാവേജറി. അപ്പോൾ അവരുടെ ഈ ബ്രൂട്ടാലിറ്റി, സാവേജറി മീൻസ് ബ്രൂട്ടാലിറ്റി, അവരുടെ ക്രൂരത, ഈ ക്രൂരമായ പഞ്ച് കണ്ടിട്ട് റെഫറി വരെ സ്റ്റൺഡ് നിശ്ചലമായി പോവുകയാണ്. ബോങ് ബോങ് ബോം ദ ബെൽ സൗണ്ടഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അങ്ങനെ
ബെല്ലടിക്കാൻ തുടങ്ങി. ഫെലിക്സ് ആൻഡ് ആന്റോണിയോ വർ പാസ്റ്റ് ഹിയറിങ്. ഈ ബെല്ലിൻ്റെ സൗണ്ട് പോലും അവർ കേൾക്കുന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്, പഞ്ച് ചെയ്യാണ്. ദർ ബ്ലോസ് കണ്ടിന്യൂ ടു പൗണ്ട് ഓൺ ഈച്ച് അതർ ലൈക്ക് ഹെയിൽ സ്റ്റോൺസ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ചെയ്യാണ്. എങ്ങനെ? ഹെയിൽ സ്റ്റോൺ മീൻസ് ആലിപ്പഴം. ആലിപ്പഴം എങ്ങനെ? മഴ പെയ്യുമ്പോഴാണ് വീഴാറുള്ളത്. അതിങ്ങനെ വീഴുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും. ഐസ് കട്ടകളല്ലേ, അതിങ്ങനെ വീഴുമ്പോൾ നമ്മുടെ നാട്ടിൽ അത് പൊതുവേ കമ്മിയാണ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് ആ ആലിപ്പഴം വീഴുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും. അങ്ങനെ അത്രയും സൗണ്ട്, അത്ര ഗാഠതയോടെ അങ്ങനെ അവരെ പഞ്ചിൻ്റെ കാഠിന്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്യുകയാണ്. അത്രയും ലൈക്ക് ഹെയിൽ സ്റ്റോൺ, ആലിപ്പഴം വീഴുന്ന പോലെ അവരുടെ പഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫെലിക്സ് ആന്റോണിയോ ഫെലിക്സിനെയും പഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ ഇഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഫൈനലി ദ റഫറി ആൻഡ് ദ 2 ട്രെയിനേഴ്സ് പ്രൈഡ് ഫെലിക്സ് ആൻഡ് ആന്റോണിയോ അപ്പാർട്ട്. പ്രൈഡ് അപ്പാർട്ട് മീൻസ് മൂവ് അപ്പാർട്ട്. അപ്പോൾ അവർ ഈ ബെല്ലിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഫറിയും 2 പേരുടെ ട്രെയിനറും വന്നിട്ട് അവരെങ്ങനെ പിടിച്ചു മാറ്റിയാണ്. കോൾഡ് വാട്ടർ വാസ് poured ഓവർ ദം ടു ബ്രിങ് ദം ബാക്ക് ടു ദർ സെൻസസ്. അവരുടെ ഔട്ട് ഓഫ് സെൻസാണ്, അവരുടെ സെൻസൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തണുത്ത വാട്ടർ അവരുടെ മേലെ ഒഴിക്കണം. അപ്പോൾ അവരെ ബ്രിങ് ബാക്ക് ടു ദെയർ സെൻസസ്, അവരുടെ ആ ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ദേ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ദെൻ റഷ്ഡ് ടുവേർഡ്സ് ഈച്ച് അതർ. അങ്ങനെ അവർ ചുറ്റും നോക്കി, പിന്നെ അവർ അടുത്തേക്ക് ഇങ്ങനെ റഷ് ചെയ്ത് വരികയാണ്. എ ക്രൈ ഓഫ് അലാറം സർജ്ഡ് ത്രൂ ടോംസ്കിൻ സ്ക്വയർ പാർക്ക്. അലാറം സർജ്ഡ് മീൻസ് ഒരു അലാറത്തിൻ്റെ സൗണ്ട് ഉയരുക, സർജ്ഡ് മീൻസ് ഉയരുക. ത്രൂ ടോംകിൻ സ്ക്വയർ പാർക്ക്. ടോംസ്കിൻ സ്ക്വയർ പാർക്കിലാണ് ഈ ഫൈറ്റ് നടക്കുന്നത്. അവിടെ ഒരു അലാറത്തിൻ്റെ സൗണ്ട് ഉയരുകയാണ്. വാസ് ദിസ് എ ഫൈറ്റ് ടു ദ ഡെത്ത് ഇൻസ്റ്റെഡ് ഓഫ് എ ബോക്സിംഗ് മാച്ച്? എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്? ഇതൊരു ബോക്സിംഗ് മാച്ചിന് പകരം ഒരു മരണത്തിലേക്കുള്ള ഒരു ഫൈറ്റായി മാറുമോ? ഒരു ബോക്സിംഗ് മാച്ച് എന്നതിലുപരി ഒരു മരണത്തിലേക്കുള്ള ഒരു ഫൈറ്റ് ആകുമോ എന്ന് വരെ അവർ ഭയപ്പെടുക. അത്രയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്. ദ ഫിയർ സൂൺ ഗേവ് എവേ ടു വേവ് അപ്പോൺ വേവ് ഓഫ് ചിയറിങ് ആസ് ദ 2 അമിഗോ ബ്രദേഴ്സ് എംബ്രേസ്ഡ്. അപ്പോൾ എന്താണ്, ഈ ഫിയറൊക്കെ മാറി നിൽക്കുകയാണ്. അവരെ കാർപ്പ് വിളിക്കുകയാണ്. എങ്ങനെ? ഈ അമിഗോ ബ്രദേഴ്സ് ഈ ഫൈറ്റ് അവസാനിച്ചപ്പോൾ അവർ 2 പേരും എംബ്രേസ്ഡ്, ആലിംഗനം, ആശ്ലേഷിക്കുക, കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അവർ ഈ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞു. അവർ പഴയ പോലെ ഫ്രണ്ട്സായി, ട്രൂ ഫ്രണ്ട്സ് ലൈക്ക് ബ്രദേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം അവരിങ്ങനെ എംബ്രേസ്ഡ്, കെട്ടിപ്പിടിക്കുകയാണ്. നോ മാറ്റർ വാട്ട് ദ ഡിസിഷൻ ദേ വുഡ് ആൾവേസ് ബി ചാമ്പ്യൻസ് ടു ഈച്ച് അതർ. അപ്പോൾ എന്ത് തന്നെ ആയിക്കോ, ഫൈനൽ ഡിസിഷൻ ആരാ വിന്നർ എന്ന് അനൗൺസ് ചെയ്തിട്ടില്ല. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അവർക്ക് 2 പേർക്കും ആരാണ് ചാമ്പ്യൻ എന്ന് നന്നായി അറിയാം. അവർ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അത്രയും പഴയ ആ ഫ്രണ്ട്ഷിപ്പ് തകരാതെ അവർ ട്രൂ ഫ്രണ്ട്സാണ്, ലൈക്ക് ബ്രദേഴ്സ്, സഹോദരങ്ങളെപ്പോലെ. ആര് തന്നെ വിജയിച്ചോട്ടെ, അതവരെ ബാധിക്കുന്ന കാര്യമല്ല. അവർക്ക് ഈ പരസ്പരം അറിയുകയും ചെയ്യും ആരാണ് ചാമ്പ്യൻ എന്ന്. ബോങ് ബോങ് ബോങ്, അങ്ങനെ ആ റിംഗ് സൗണ്ട് കേൾക്കുകയാണ്. അവിടെ സ്റ്റാൻഡ് സ്പീക്കർ ഉണ്ട്. ആ സ്പീക്കർ അനൗൺസ് ചെയ്യുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദ വിന്നർ ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ് ടു ദ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റ് ഓഫ് ചാമ്പ്യൻസ് ഈസ്. അപ്പോൾ ആരാണ് ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റ് ചാമ്പ്യൻ എന്നിങ്ങനെ അനൗൺസ് ചെയ്യണം. പക്ഷേ ദ അനൗൺസർ ടേൺ ടു പോയിന്റ് ടു ദ വിന്നർ ആൻഡ് ഫൗണ്ട് ഹിംസെൽഫ് എലോൺ. ദ ചാമ്പ്യൻസ് ആർ ഓൾറെഡി ലെഫ്റ്റ് ദ റിംഗ്. അപ്പോൾ ഈ അനൗൺസർ അനൗൺസ് ചെയ്യുമ്പോൾ അവിടെ ആരുമില്ല. ഇവർ കൈ കോർത്തിട്ട് അമിഗോ ബ്രദേഴ്സായ ഫെലിക്സ് വർഗാസും ആന്റോണിയോ ക്രൂസും കൈ കോർത്ത് അവിടുന്ന് പോയിട്ടുണ്ട്, ആ റിംഗിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ സ്പീക്കർ അനൗൺസ് ചെയ്യുമ്പോൾ സ്പീക്കർ മാത്രമാണ് അവിടെ, അനൗൺസർ മാത്രമാണ് അവിടെ ഉള്ളത്. ഇവർ 2 പേരും കൈ കൈ കോർത്ത് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സ്റ്റോറിയാണിത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് മാറ്റേഴ്സ് ഇപ്പോൾ എന്ത് ഫൈറ്റോ മത്സരം എന്ത് തന്നെ അവർക്ക് ആ 2 ഫ്രണ്ട്സായ ആന്റോണിയോ ക്രൂസിൻ്റെയും ഫെലിക്സ് വർഗാസിൻ്റെയും ഇടയിൽ എന്ത് തന്നെ മത്സരങ്ങൾ നടന്നാലും അവരുടെ ഫ്രണ്ട്ഷിപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർ ആ മത്സരം പോലും ആ ഒരു സെൻസിലാണ് എടുത്തത്. കാരണം ആ മത്സരത്തിൻ്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും അത് അവരെ ബാധിക്കുന്ന കാര്യമല്ല. അറ്റ് ദ എൻഡ് ദേ വിൽ ബി ട്രൂ ഫ്രണ്ട്സ്. അവസാനം എന്താണ്, അവർ ട്രൂ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും. അവർ കൈ പരസ്പരം കോർത്ത് അവർ ആ റിങ് ടോംസ്കിൻ സ്ക്വയർ പാർക്ക് വിട്ടു പോവുകയാണ്. കൈ കോർത്ത് അവർ ആ ടോംകിൻ സ്ക്വയർ പാർക്ക് വിട്ടു പോവുകയാണ്. റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ അത് അവരെ ബാധിക്കുന്ന കാര്യമല്ല. നോ മാറ്റർ, അവരത് ബാധിക്കുന്ന കാര്യമല്ല. അവർ കൈ കോർത്ത് അവരാ സ്റ്റേഡിയം വിട്ടു പോവുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വേർഡ് വിങ്സ്.